മോർണിംഗ്. നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട തീയൽ ഉണ്ടാക്കിയാലോ. മുട്ട തീയൽ നമ്മൾ മുരിങ്ങയ്ക്കയും മുട്ടയും ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മുട്ട മാത്രമായിട്ട് തീയൽ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഒരു കറി ഉണ്ടാക്കിയാൽ രാവിലെ ഉച്ചയ്ക്കും രാത്രി ഒക്കെ കഴിക്കാം, എളുപ്പമല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുട്ട തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. 4 മുട്ടയ്ക്കുള്ള അളവുകളാണ് പറയുന്നത്. 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 12 ഉള്ളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 3 4 എടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത തക്കാളി അല്ല, ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളിയാണ്. ഇതിൻ്റെ പകുതി മതി നമുക്ക്. അപ്പോൾ നിങ്ങളുടെ അതിൽ ചെറിയ തക്കാളി ഉണ്ടെങ്കിൽ ചെറിയ തക്കാളി എടുത്തോളൂ, അത് മുഴുവനായിട്ട് ചേർക്കാം. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. പിന്നെ മീഡിയം വലിപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഉള്ളിയും സവാളയും ഈ കറിക്ക് ആവശ്യമാണ് കേട്ടോ. പിന്നെ വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തേങ്ങയുടെ കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അത് വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചട്ടിയിലേക്ക് ആദ്യം ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തു. കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഈ തേങ്ങ വറുക്കാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ മതി. ഇനി തേങ്ങയുടെ കളറ് അധികം മാറിപ്പോവാതെ നമ്മൾ വറുത്തെടുക്കണം. ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം, ചെറിയ ജീരകമല്ല, നമ്മുടെ ഫെന്നൽ സീഡ്സ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങ ഇളക്കി വറുത്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, അതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. കുറച്ച് സമയം എടുക്കും തേങ്ങ കുക്കായി വരാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പ് ചേർത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ വേഗം തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് തേങ്ങ വറുത്തെടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ സവോളയും പച്ചമുളകും ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറിയിൽ ബാക്കി ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സവോള കഴിച്ചുമ്പോഴും ഉപ്പ് ചേർക്കും, ഈ അരപ്പിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം പൊടികൾ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ നിറയെയാണ് ഞാൻ എടുക്കുന്നത്. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് അത് 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. കറിക്കൊരു കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ഇനി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് കുക്കായി വരണം. 1 മിനിറ്റ് 1.5 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ, ഏറ്റവും ചെറിയ ബർണറിൽ ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ 1.5 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ചട്ടിയിൽ തന്നെയാണ് നിങ്ങൾ ഈ ഒരു തേങ്ങ വറുത്തത് വയ്ക്കുന്നതെങ്കിൽ ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തേങ്ങ കുക്കായിക്കൊണ്ടിരിക്കും, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ പാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴറ്റി തുടങ്ങാം. തേങ്ങ ചൂടാറുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു കറിയിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളവും കൂടി അടുപ്പിച്ച് വെച്ചോളൂ. നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോൾ ചൂടുവെള്ളം റെഡി ആയിരിക്കണം. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് വേറെ പാൻ വെക്കട്ടെ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന, നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. ഇനി സവോളയ്ക്കും ഉള്ളിക്കും ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക.
നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. സവോളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒരു 1.5 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. 1.5 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പച്ചമുളകും ഉള്ളിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് സവോളയൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുക്കായിട്ടുണ്ട്. സവോളയുടെ കളർ ഒന്നും കൂടി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ഇളം ചൂടുവെള്ളം. ഞാനിപ്പോൾ അരപ്പും വെള്ളവും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വെള്ളം കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർക്കുന്നുള്ളൂ. ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ 2.5 കപ്പ് വരെ വെള്ളം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ അരപ്പ് വേഗം തിളച്ച് വരും നമ്മൾ ചൂടുവെള്ളം ചേർത്തതുകൊണ്ട്. അപ്പോൾ അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയുടെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ്. ഒരു 3 ദിവസം മുന്നേ നമ്മുടെ ഗരം മസാലപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഗരം മസാലപ്പൊടിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അധികം ഉപയോഗിക്കേണ്ട, കുറച്ച് ഉപയോഗിച്ചാൽ മതി ഗരം മസാലപ്പൊടിയൊക്കെ. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. പിന്നെ തക്കാളി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 3/4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. പക്ഷേ തക്കാളി ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ. എന്ന് വെച്ചാൽ ടൊമാറ്റോ സോസിന് ചെറിയൊരു മധുരവും കൂടി ഉണ്ട്. അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ച് ഒന്ന് റെഡ്യൂസ് ആവണം. എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡ്യൂസായി വന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ മുട്ടയും ചേർക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം തക്കാളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ തക്കാളിയുടെ പുളി അധികം ഇറങ്ങില്ല. നിങ്ങൾക്ക് നല്ല പുളി വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തക്കാളി ഇപ്പോൾ ചേർക്കാം. തക്കാളിയുടെ പുളി ഇറങ്ങിക്കോളും. എനിക്ക് അധികം പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ലാസ്റ്റേ ചേർക്കുള്ളൂ. ഒരുപാട് തക്കാളി ഓവർ കുക്കായി പോകാത്ത രീതിയിൽ. അപ്പോൾ തക്കാളി കുക്കാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തക്കാളി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് റെഡ്യൂസായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലിയ പീസുകളായിട്ടാണ് തക്കാളി കട്ട് ചെയ്തിരിക്കുന്നത്. എടുത്തിരുന്ന തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി കട്ട് ചെയ്തത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വേണം തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാൻ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇനി മുട്ട മുഴുവനെ ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ പേരുണ്ടെങ്കിൽ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതിലും നല്ലത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് മുട്ടയിലേക്ക് മസാല പിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി വറവ് റെഡിയാക്കാം. മുട്ട റെഡിയായി വരുമ്പോൾ നമുക്ക് വറവും കൂടി റെഡിയാക്കി എടുക്കാം. മുട്ട ചേർത്തിട്ട് ഒരുപാട് ഇളക്കരുത്. മുട്ട ഒന്ന് മസാലയൊക്കെ അബ്സോർബ് ചെയ്ത് വരട്ടെ. നമുക്കിനി വറവും കൂടി റെഡിയാക്കി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് മതി. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറി അടച്ചു വയ്ക്കുക.
ആ വറവിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. ഇനി നമ്മളിപ്പോൾ കറി എടുക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ. പുട്ടിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള ഡിഷിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. ചോറിൻ്റെ കൂടെ വരെ നല്ല ബെസ്റ്റ് ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാൻ ഇനി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുതേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.